അങ്ങനെ ആദ്യമായി പണിപ്പുരയിൽ പോകാനുള്ള സമയമായി. അതിനായി ചില കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ ഒന്ന് സ്റ്റോറൂമിൽ വരെ പോകൂ. കഴിയട്ടെ, ഇപ്പോൾ കാര്യം നടക്കട്ടെ. ഇപ്പോഴത്തെ ഇരിക്കുന്ന ബൗളിൽ 6 ചിട്ടുകളുണ്ടാകും. ഓരോ ചിട്ടുകളിലും സമയത്തിൻ്റെയും പോയിന്റുകളുടെയും കോമ്പിനേഷനാണ് ഉണ്ടാവുക. ചിട്ട് നമ്പർ 1 15 സെക്കൻഡ് 600 പോയിന്റുകൾ. ചിട്ട് നമ്പർ 2 16 സെക്കൻഡ് 575 പോയിന്റുകൾ. ചിട്ട് നമ്പർ 3 17 സെക്കൻഡ് 550 പോയിന്റുകൾ. ചിട്ട് നമ്പർ 4 18 സെക്കൻഡ് 525 പോയിന്റുകൾ. ചിട്ട് നമ്പർ 5 19 സെക്കൻഡ് 500 പോയിന്റുകൾ. ചിട്ട് നമ്പർ 6 20 സെക്കൻഡ് 450 പോയിന്റുകൾ. നേരത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആദില, നൂറ, അക്ബർ എന്നിവരാണ് പണിപ്പുരയിൽ പോകേണ്ടത്. ആരാണ് ഇപ്പോൾ ചിട്ടെടുക്കുന്നത്? മൂന്ന് പേർക്കും ചേർന്ന് ഒരു ചിട്ട് മാത്രമാണ് എടുക്കേണ്ടത്. ഈ സ്വന്തം വസ്തുക്കൾ എന്ന് പറയുന്നത് വസ്ത്രങ്ങളും ആക്സസറീസും മാത്രമല്ല, അതിൽ ഭക്ഷണവും ഉൾപ്പെടും. സ്വന്തമായി ഭക്ഷണം ആവശ്യമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അനുവദിച്ചിരിക്കുന്ന പോയിന്റിൽ കൂടുതൽ വസ്തുക്കൾ എടുത്താൽ അധികമായവ തിരിച്ചു വയ്ക്കേണ്ടി വരും. അതുപോലെ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തു വന്നില്ലെങ്കിൽ എടുത്തവയെല്ലാം തിരിച്ചു വെക്കേണ്ടിയും വരും. ബസർ ടു ബസറായിരിക്കും. കൂടാതെ ഉള്ളിൽ ടൈമർ ഉണ്ടാകും. സ്വന്തം വസ്തുക്കൾ എടുത്താൽ പുറത്തുള്ള പേഴ്സണൽ എന്ന ബോക്സിലും, മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ പുറത്തുള്ള ജനറൽ എന്ന ബോക്സിലുമാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. അല്ലല്ല, ഞാൻ ജനറലിന് വരാം. ഫുഡ് ഭക്ഷണം സ്വന്തം ആവശ്യത്തിനെടുത്താൽ അത് പേഴ്സണൽ, എല്ലാവർക്കുമായി എടുത്താൽ അത് ജനറൽ. ഞങ്ങളും ജനറലിലുണ്ട്. സമയമില്ല, ആകെ 16 സെക്കൻഡ് ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം ക്യാപ്റ്റൻ ആയിരിക്കണം ഓരോ ബോക്സിലും എന്തൊക്കെയാണെന്ന് പറയേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് 14 സെക്കൻഡേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ആദ്യമേ നോക്കുമ്പോ എറിയരുത്. നോക്ക്, എറിയരുത്, വസ്തുക്കൾ എറിയരുത്. മനസ്സിലായോ? വസ്തുക്കൾ എറിയരുത്.
ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ എന്നിട്ട് അങ്ങനെ കൈമാറി പക്ഷേ അപ്പോഴും റിയൽ ആവൂലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എറിയരുത് കേട്ടാ നമ്മളുടെ. ഇല്ല, ഡ്രസ്സ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായില്ല. ഞാൻ മാറ്റും. മനസ്സിൽ കൗണ്ട് ചെയ്യണം. ഉണ്ടോ? പക്ഷെ ഒരു മനസ്സിലുണ്ടെങ്കിൽ അവിടെ ബസ് ഇതുണ്ട്, ടൈമിംഗ് കാണിക്കും. അവിടെ ഒരു മെനു കാർഡ് വെച്ചത് നിങ്ങൾ കണ്ടിരുന്നു. മനസ്സിൽ കൗണ്ട് ചെയ്യണം. വ്യക്തമല്ലേ? എടുക്കുന്ന സാധനം എറിയാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് പുറത്തെത്തിക്കാനോ സാധിക്കില്ല. നിങ്ങളോടാണ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കണം. അതിലെ പോയിന്റ് പറയും. ശ്രദ്ധിച്ചോ പ്ലീസ്. മട്ടൺ 1 കിലോ 200 പോയിന്റ്സ്. മട്ടൺ 1 കിലോ 200 പോയിന്റ്സ്. ബ്രൗൺ ബ്രെഡ് 1 പാക്കറ്റ് 60 പോയിന്റ്. ബ്രൗൺ ബ്രെഡ് 1 പാക്കറ്റ് 60 പോയിന്റ്. വൈറ്റ് ബ്രെഡ് 1 പാക്കറ്റ് 50 പോയിന്റ്. നൂഡിൽസ് 1 ബിഗ് പാക്കറ്റ് 90 പോയിന്റ്. ബിസ്ക്കറ്റ് 2 പാക്കറ്റ് 60 പോയിന്റ്. ചിപ്സ് 250 ഗ്രാംസ് 90 പോയിന്റ്. ചോക്ലേറ്റ് കിറ്റ് 2 പാക്കറ്റ്സ് 50 പോയിന്റ്. പപ്പടം 500 ഗ്രാം 75 പോയിന്റ്. പിക്കിൾ 250 ഗ്രാം 100 പോയിന്റ്. കുക്കീസ് പിക്കിൾ 250 ഗ്രാം 100 പോയിന്റ്. കുക്കീസ് 1 ബിഗ് പാക്കറ്റ് 90 പോയിന്റ്. മുറുക്ക് 500 ഗ്രാം 55 പോയിന്റ്. തേൻ മിഠായി 250 ഗ്രാം 20 പോയിന്റ്. കോഫി പൗഡർ 200 ഗ്രാം 100 പോയിന്റ്. കോഫി പൗഡർ 200 ഗ്രാം 100 പോയിന്റ്. ഗുലാബ് ജാമുൻ 500 ഗ്രാം 150 പോയിന്റ്. ചീസ് 1 പാക്കറ്റ് 200 പോയിന്റ്. പിസ്സ നോൺ വെജ് 1 പാക്കറ്റ് 200 പോയിന്റ്. ഐസ്ക്രീം 500 ml 150 പോയിന്റ്. സാൻഡ്വിച്ച് 500 ഗ്രാം സാൻഡ്വിച്ച് സ്പ്രെഡ് 500 ഗ്രാം 100 പോയിന്റ്. ലെമൺ 24 പീസ് 25 പോയിന്റ്. ലെമൺ 24 PCS എന്ന് പറഞ്ഞ പീസ് 25 പോയിന്റ്. ഇത് പിങ്ക് പാക്കറ്റിലേക്കുള്ളതാണ്. പിങ്ക് പാക്കറ്റിലുള്ളതാണ് കേട്ടോ. ഇതിൽ നോക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കോഫി പൗഡറിന് 100 പോയിന്റാ. നാരങ്ങ ഒരെണ്ണം, നാരങ്ങ 25 പോയിന്റ്. ബ്രെഡ് 2 ഇതുണ്ട്. ബ്രൗൺ ബ്രെഡിന് 60 പോയിന്റ്. വൈറ്റ് ബ്രെഡിന് 50 പോയിന്റ്. 1 പാക്കറ്റ്. ബ്രൗൺ ബ്രെഡിന് 60 പോയിന്റ്. വൈറ്റ് ബ്രെഡിന്. നൂഡിൽസ് 1 ബിഗ് പാക്കറ്റിന് 90 പോയിന്റ്. ബിസ്ക്കറ്റ് 2 പാക്കറ്റിന് 60 പോയിന്റ്. ബിസ്ക്കറ്റ് 2 പാക്കറ്റിന് 60 പോയിന്റ്. ചിപ്സ് 250 ഗ്രാം 90 പോയിന്റ്. ഓക്കെ, ഇനി ഗ്രീൻ പാക്കറ്റ്. ഇത് പിങ്ക് പാക്കറ്റിലാണ്. ഓക്കെ ആയില്ലേ? ഇനി ഗ്രീൻ പാക്കറ്റ് വായിക്കാണ്. സ്കിൻ കെയർ 200 പോയിന്റ്. ഹെയർ കെയർ 200 പോയിന്റ്. ആക്സസറീസ് 200 പോയിന്റ്. ഇലക്ട്രിക്കൽ ഐറ്റം 200 പോയിന്റ്. സാൻഡൽസ് 25 പോയിന്റ്. സാൻഡൽസ് 25 പോയിന്റ്. ഷൂ 1 പെയർ 50 പോയിന്റ്. മിക്സ് ഷൂസ് സാൻഡൽസ് 5 പോയിന്റ്. മിക്സ് ഷൂസും സാൻഡൽസും അല്ല, ഇങ്ങനെ എഴുതിയിട്ടില്ല. മിക്സ് ഷൂസ് ആൻഡ് സാൻഡൽസ്. മിക്സ് ഷൂ. പെർഫ്യൂം 100 പോയിന്റ്. ചില ആൾക്കാർക്ക് അത് വേണം, പക്ഷെ വേണ്ട. യുവർ ഫേവറേറ്റ് തിങ്സ് 200 പോയിന്റ്. പെർഫ്യൂം എനിക്ക് തോന്നുന്നു വേണ്ടാന്ന്. നമുക്ക് ഇനി ബ്രൗൺ വായിക്കാണ്. ശ്രദ്ധിക്ക് പ്ലീസ്. ബ്രൗൺ പാക്കറ്റ്. ടീഷർട്ട് ടോപ്പ്. ടീഷർട്ട് ടോപ്പ് 50 പോയിന്റ്. ഷർട്ട് 50 പോയിന്റ്. പാന്റ് 100 പോയിന്റ്. ജീൻസ് 150 പോയിന്റ്. ജീൻസ് 150 പോയിന്റ്. ഹുഡീസ് 100 പോയിന്റ്. സ്കേർട്ട് 75 പോയിന്റ്. സ്കേർട്ട് 75 പോയിന്റ്. ഫ്രോക്ക് 250 പോയിന്റ്.
കോഡ് സെറ്റ് ടോപ്പ് 50 പോയിന്റ്. ഓക്കെ. കോഡ് സെറ്റ് ബോട്ടം 75 പോയിന്റ്. ചുരിദാർ ടോപ്പ് 100 പോയിന്റ്. ചുരിദാർ ബോട്ടം 100 പോയിന്റ്. ചുരിദാർ ഷോൾ 20 പോയിന്റ്. കുർത്ത 100 പോയിന്റ്. ഷോർട്സ് 25 പോയിന്റ്. ഷോർട്സ് മാത്രം ഇട്ടാ മതി. ഷോർട്സ് 25 പോയിന്റ്. ഓക്കെ, ഷോർട്സ് എടുക്കാൻ പറ്റുന്ന എടുത്തോ. ദാവണി ടോപ്പ് 50. ദാവണി പാവാട 100. സാരി 150. അണ്ടർ സ്കർട്ട് 25. സാരി ബ്ലൗസ് 50. നൈറ്റ് വെയർ 1 പീസ് കഫ്താൻ 50. നൈറ്റ് വെയർ ടോപ്പ് 25. നൈറ്റ് വെയർ ബോട്ടം 25. ജാക്കറ്റ് കോട്ട് ഓൺലി 10. അത് വേണ്ടല്ലോ. മുണ്ട് 75. കോട്ടൺ മുണ്ട് നോർമൽ 50. ലോങ് കോട്ട് 20. ഫുഡ് വേണ്ട. ട്രാക്ക് സ്യൂട്ട് 100. ജംപ് സ്യൂട്ട് 125. ഫുഡ് ആണ് ചീപ്പ്. മിക്സ് ഷൂസ് ആൻഡ് സാൻഡൽസ്. മിക്സ് ഷൂസ് സാൻഡൽസ് ഓൺലി 5. അതെ, നോക്ക്, ഇനി പോണ ആളുകള് അതിലെ 100. നിങ്ങളൊന്ന് നോക്കിക്കോ. നോക്കി നിങ്ങൾ 3 പേര് നോക്ക്. അക്ബർ നോക്ക്. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലേ, ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കാലോ. ഒരു വീക്കിൽ 2 പ്രാവശ്യം ഇതിനകത്ത് മാഗ്നറ്റിക് കബോർഡ്സ് ഉണ്ട്. അതാരും തല്ലി പൊട്ടിക്കരുത്. പ്രസ് ചെയ്താൽ അത് തുറക്കുന്നതാണ്. അതായത് ഒരു പാക്കറ്റ് കാണും. ആ പാക്കറ്റ് ഡൗട്ടാണ്. ആ പാക്കറ്റിൽ മുണ്ടായിരിക്കും. 100 കുട്ടിക്കും ഒരു മുണ്ടായിരിക്കും. ആ പാക്കറ്റിൽ 3 മുണ്ട് കണ്ടാൽ ബിഗ് ബോസിൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സസ് പോയിന്റുകൾ വരെ എടുക്കാം. അല്ല, ഈ പാന്റ് അങ്ങനെ ഐറ്റംസ് വേണ്ട. ഷോർട്സ് വേണ്ട. പിന്നെ ചെരുപ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുണ്ട് കോട്ടൺ മുണ്ട് എടുത്താൽ 50. ഓക്കെ, മുണ്ട് കോട്ടൺ മുണ്ട് നോർമൽ അതെടുക്കാം. എടുത്താൽ മതി. ആ ബെസ്റ്റ്. സോറി, ഈ പോക്ക് തന്നെ എല്ലാം കിട്ടണമെന്നില്ല. ഇതിൽ ചിലപ്പോ ഒരു ചെരുപ്പേ കിട്ടുള്ളൂ, ഒരു ഷൂവേ കിട്ടുള്ളൂ. അടുത്ത ടാസ്കില് ചെയ്യാം. അടുത്ത ടാസ്ക് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരിക. എക്സ്ട്രാ വരുന്നത് മാത്രമേ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞു. നമുക്ക് പുറത്ത് വെക്കാം. അല്ല, ഇനി ഒരു കാര്യം പറയട്ടെ. ഇതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇതിൽ കൊണ്ടുപോയി വെക്കണം. നമുക്ക് ലാസ്റ്റ് മതി. അത് എപ്പാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കാര്യം കണ്ട പറയും. ഇതൊരു ലൂപ്പ് ഹോളാണ്. ഇതൊരു ലൂപ്പ് ഹോളാണ്. എല്ലാ ഗെയിമിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് കേട്ടോ. പേഴ്സണലും എറിയണമെന്നല്ല ഞാൻ പറഞ്ഞ പോയില്ലേ. അത് ലൂപ്പ് ഹോളാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ആ പോയിന്റിൽ അത് പറഞ്ഞിട്ടില്ല. മൊത്തം എടുത്ത് വെളി വന്നിട്ട് വെച്ചാൽ മതി. അല്ല ചെയ്യരുത്. ഞാൻ പറയാം. കാരണം ഞാൻ പറയാം. ജനറൽ ആണോ പേഴ്സണൽ ആണോ അവിടെ എത്തുമ്പോ എങ്ങനെ അറിയാം? ഉള്ളിൽ പോകുന്നവരും ക്യാപ്റ്റനും ഒഴികെ ബാക്കി എല്ലാവരും മഞ്ഞ ലൈനിന് പുറകിലായി നിൽക്കുക. ബസർ കേൾക്കുമ്പോൾ ഉള്ളിൽ പോവുക. അല്ലെങ്കിൽ ഞാൻ അത് തുറക്കാം. നിങ്ങളതായിട്ട് തുറന്നാൽ മതി. അങ്ങനെ ആയാലും മതി. ഞാൻ തുറക്കൂലേ. പേര് നോക്കണ്ട, കളർ നോക്കിയാൽ ഇത് തട്ടല്ലേ. പതിനാറ് സെക്കൻഡേ ഉള്ളൂ. അത് ചെയ്യണമായിരുന്നു. പേഴ്സണലാണോ നോക്ക്. അത് സാരമില്ല, റിജക്ട് ചെയ്യല്ലേ ഉള്ളൂ. പേഴ്സണൽ അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഫസ്റ്റ് ടൈം അല്ലേ, ടെൻഷൻ ആയിട്ട്. ഇത്ര പെട്ടെന്ന് 13 സെക്കൻഡ്.
ഞാനും കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആണ്, കൗണ്ട് ചെയ്യാൻ കൂട്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ല, അപ്പോൾ വിട്ടോ പോട്ടെ, സ്ട്രെസ്ഡ് ആവണ്ട. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കൂ. പണിപ്പുരയിൽ പോയവർ 3 പേരും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കൂ. അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുരയിലെ 2 അവസരങ്ങളിൽ ആദ്യത്തെ അവസരം കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ. അഭിനന്ദനങ്ങൾ. പക്ഷേ സമയത്തിനുള്ളിൽ തിരികെ എത്താത്തതിനാൽ എടുത്ത മുഴുവൻ വസ്തുക്കളും തിരികെ വെക്കേണ്ടി വരും. എല്ലാം ഒന്നിച്ചു വരാനുള്ള ഐഡിയ ആരുടേതായിരുന്നു? ആരുടേതായാലും അതൊരു പക്ക ഫ്ലോ പ്ലാൻ ആയിരുന്നു. അടുത്ത തവണയെങ്കിലും ചിന്തിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പണിപ്പുരയിൽ പോവുക. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇപ്പോഴത്തെ സാധനം ഇതൊരു ട്രയൽ ആക്കി കൂടെ? എന്താ ഒരു ട്രയൽ സെഷൻ അത് കണ്ടാ പോരെ? പെട്ടി മുഴുവൻ തന്നാ വളരെ ഉപകാരം. ഇതിൽ ആ കാപ്പിപ്പൊടി മാത്രം എടുത്താൽ മതി. ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നുകൂടി കളിക്കാൻ എടുത്തതെല്ലാം തിരികെ പണിപ്പുരയിൽ വെക്കുക. ഒരു ചാൻസ്. ആരുമൊന്നും മോഷ്ടിക്കാമെന്ന് കരുതണ്ട. എല്ലായിടത്തും എന്റെ കണ്ണുണ്ട്. ഒരു തവണത്തേക്ക് ക്ഷമിച്ചൂടെ ബിഗ് ബോസ്? ആദ്യത്തെ തവണയല്ലേ ബിഗ് ബോസ്? എന്റെ ജിസൽ എന്നെ അപമാനിച്ചു. ബിക്കോസ് ബിഗ് ബോസ് കാരണം എന്റെ അപമാനം എനിക്ക് ഏറ്റുവാകേണ്ടി വന്നു. കാരണം ഞാൻ ഈ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അതുകൊണ്ട് ബിഗ് ബോസ് കാരണം എനിക്ക് ഈ അവസ്ഥ വരട്ടെ. ബിഗ് ബോസ് കുറച്ച് ബഹുമാനം ആവാം ബിഗ് ബോസിനോട്. ഏതെങ്കിലും 2 പേരെയും കൂട്ടി നിങ്ങൾ ഗാർഡൻ ഏരിയയിൽ പോയി എടുത്ത വസ്തുക്കളെല്ലാം തിരികെ പണിപ്പുരയിൽ വെക്കുക. ബാക്കി എല്ലാവരും വീടിനുള്ളിൽ മാത്രം ഇരിക്കുക. എടുത്ത സ്ഥലത്ത് തിരികെ വെക്കുക. പണിപ്പുരയ്ക്കുള്ളിൽ വെറുതെ വെച്ചാൽ മതി. ഈ സ്റ്റാൻഡ് കൊണ്ട് വെക്കണോ ബിഗ് ബോസ്? സ്റ്റാൻഡ് അതിനകത്ത് നിർത്തണം. വേണ്ട ക്യാപ്റ്റൻ. ഓക്കെ. എടുത്തോളൂ. അഭിലാഷ് ടീഷർട്ട് കടന്ന എത്ര സെക്കൻഡ് കൊണ്ടായിരുന്നു മേലെ സാധനം എടുക്കുന്നത്? അതും ഓരോ കളറുകൾ വ്യത്യാസമായിട്ട് വെച്ചിരിക്കുന്നു. ടൈമർ എവിടെയാണ്? ടൈമർ എവിടെ? ഈ സ്ക്രീനിലാണോ ടൈമർ വരുന്നത്? ടൈമർ ചിലപ്പം ഇത് മാത്രമായിരിക്കും. ജസ്റ്റ് പിന്നെ പേരുകളൊക്കെ നോക്കിയേ. ഇതൊക്കെ എങ്ങനെ നമുക്കറിയാം? പറയും. 16 സെക്കൻഡ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവര് നന്നായിട്ട് ചെയ്തു. ഒരു വെറും 2 സെക്കൻഡ് ഗ്യാപ്പിലാണ് അവര് ബസർ അടിച്ചു. വെളിയിൽ നിന്ന് സംസാരിച്ചിട്ട് കൗണ്ടും കൊടുത്തിട്ടും കാര്യമില്ല. ഇനിയൊന്നുമില്ലല്ലോ ബിഗ് ബോസ്? ഇനിയൊന്നുമില്ലല്ലോ ബിഗ് ബോസ്?